ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നിറം വെക്കുന്നതിന് വേണ്ടിയും രക്തക്കുറവ് തടയുന്നതിന് വേണ്ടിയും കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുരു കളഞ്ഞ കുറച്ച് ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. 1 കപ്പോളം ഡേറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പകുതി ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ആണെങ്കിൽ വിളർച്ച തടയുന്നതിന് വേണ്ടിയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും രക്തം വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. ബീട്രൂട്ട് ആണെങ്കിലും വിളർച്ച തടയുന്നു. അയൺ, ഫോളിക് ആസിഡ് ധാരാളം ഉള്ളതിനാൽ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, വെളുത്തുള്ളി അല്ലി 2, പിന്നെ ഒരു കറുകപ്പട്ട, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കാഷ്യൂനട്ടാണ് ഞാൻ ചേർത്തത്. കുറച്ച് ആൽമണ്ട് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എള്ളാണ്. ഇനി ഇത് 3ഉം കൂടി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കാഷ്യൂനട്ട് ആണെങ്കിൽ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രക്തോട്ടം വർദ്ധിപ്പിക്കാൻ അയൺ, വിളർച്ച എല്ലാം തടയുന്നു അയൺ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ എള്ളാണെങ്കിൽ എല്ലുകളുടെ ബലത്തിന്, ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനെല്ലാം സഹായിക്കുന്നുണ്ട്. ബദാം ആണെങ്കിൽ ഓർമ്മശക്തിക്ക് വേണ്ടിയും ഹൃദയാരോഗ്യത്തിനും വിശപ്പ് കുറച്ചിട്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് വേണ്ടിയും ബദാം നല്ലതാണ്. ഇനിയിപ്പോൾ അതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ച് ശർക്കര ഒന്നുരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു നട്ട്സ് എല്ലാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ആ ഒരു ഡേറ്റ്സ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ സെയിം ജാറിലേക്ക് തന്നെ ഇതും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഈ അരിഷ്ടത്തിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, കാരണം നമ്മൾ ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ അരച്ചു കൊടുത്തത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് പാനിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് മെൽറ്റ് ആകുമ്പം ഇതിലേക്ക് അരച്ചു വെച്ച ആ ഒരു ഡേറ്റ്സും ബീട്രൂട്ടും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ശർക്കര വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അടിച്ചു വെച്ച ആ ഒരു പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ചധികം സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു പാനിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് വിട്ട് വരണം, അതാണ് പരുവം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ലേഹ്യമായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഹലുവ രീതിയിലും കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരു ട്രേയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷെ എന്തായാലും ഒരു സ്പൂൺ വെച്ച് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. കുറച്ചളവിലാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വീതം നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കും നല്ലതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.